ഗുഡ് മോർണിംഗ്. നമ്മൾ പിന്നെ നിങ്ങളുടെ ബുക്കിലുള്ള ഫോർത്ത് ഇല്ലസ്ട്രേഷൻ കഴിഞ്ഞ ദിവസം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു അല്ലേ? ലെറ്റസ് ഗോ ബാക്ക് ആൻഡ് സി. ഈ ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ ഓഫ് പർച്ചേസ് ഓർഡേഴ്സ് അത് കാണാത്ത ആൾക്കാർ അത് കണ്ടതിന് ശേഷം ഇതിലേക്ക് വരാം. അപ്പോൾ അതിൻ്റെ ബാക്കി റിമൈനിങ് പാർട്ടാണ് പറയണത്, മെത്തേഡ്സ് ഓഫ് റീഡിസ്ട്രിബ്യൂഷൻ. അതായത് നമ്മൾ ഇതുവരെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എ ബി സി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാത്തിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ചെയ്തിരുന്നത് നമ്മുടെ എക്സ്പെൻസസ് ഓരോ റേഷ്യോയിൽ അല്ലേ? ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സിന് വരുന്ന എക്സ്പെൻസസ് അതിൻ്റെ ടോട്ടൽ വീണ്ടും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതിനെയാണ് റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. ക്ലിയർ? അപ്പോൾ ഈ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്നാണ് അതിന് പറയുക. അപ്പോൾ ഈ ഒരു റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് കുറേ മെത്തേഡ്സിൽ ചെയ്യാണ്ട്, അതാണ് ഇനി പഠിക്കാനുള്ളത്. ഇതിൽ ആദ്യത്തെ മെത്തേഡാണ് ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഇതിലുള്ള ഇതെങ്ങനെ അറിയോ? എല്ലാ എക്സ്പെൻസും നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ എല്ലാത്തിൻ്റെ എക്സ്പെൻസസും നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പ്രൊഡക്ഷനും സർവീസിനും പല വെച്ചിട്ട് അപ്പോർഷൻമെൻറ്റ് ഓരോ ബേസിസ് വെച്ചിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിരുന്നു. അതിൻ്റെ ടോട്ടൽ കിട്ടിക്കഴിഞ്ഞാൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ടോട്ടൽ കിട്ടും. ആ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പെൻസ് ഏതെങ്കിലും ഒരു റേഷ്യോയിൽ വെച്ചിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത് എങ്ങോട്ട്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സിന്. ക്ലിയർ ആണോ? നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് നോക്കാം. ഈ പ്രോബ്ലം പറയുമ്പോൾ ആദ്യത്തെ പാർട്ടൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല, കാരണം അത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പഠിച്ചതാണ്. എന്നാലും നമ്മൾക്ക് വായിക്കാം ക്വസ്റ്റ്യൻ. In a light engineering factory, the following particulars have been collected for 3 months period entered on 31st March 2015. You are required to prepare production overhead distribution summary showing clearly the basis of apportionment wherever necessary. പ്രൊഡക്ഷൻ ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറിയാണ്. അതായത് അതിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വരില്ല. അപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പെൻസ് പ്രൊഡക്ഷനിലേക്ക് കൊടുത്ത് പ്രൊഡക്ഷൻ്റെ ഫൈനൽ ഡിസ്ട്രിബ്യൂഷൻ സമ്മറിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് മെറ്റീരിയൽ. ഈ ഡയറക്റ്റ് വേജും ഡയറക്റ്റ് മെറ്റീരിയൽസൊക്കെ ഓൾറെഡി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ക്ലിയർ? ഇതൊക്കെ ഓൾറെഡി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അതിന് പ്രത്യേകിച്ച് ഇതൊന്നും വേണ്ട. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് വീണ്ടും അപ്പോർഷൻ ചെയ്യണത്. ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, ഇത്ര സ്റ്റാഫ് ഉണ്ട്, ഇത്ര ഇലക്ട്രിസിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ് തന്നിരിക്കുന്നത്? നമുക്ക് ചില ബേസിസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത് അല്ലേ? നമ്മൾ നേരത്തെ പ്രോബ്ലം ചെയ്യുമ്പോഴും ബേസിസ് ഉണ്ടായിരുന്നു. ഏരിയ, അസറ്റ് വാല്യൂ, ഇതൊക്കെ ബേസിസ് കാൽക്കുലേഷൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കൂ. ഇതാണ് എക്സ്പെൻസസ്. ഇത്രയാണ് എക്സ്പെൻസസ് ഫോർ ദ പീരീഡ് വെയർ. പവർ തന്നിട്ടുണ്ട്, ലൈറ്റിംഗ് പവർ തന്നിട്ടുണ്ട്, സ്റ്റോഴ്സ് ഓവർഹെഡ് ഇസ് ഗിവൻ, amenities to staff is there, depreciation, repairs and maintenance, general overheads and rent and tax. ക്വസ്റ്റ്യൻ ആദ്യം എഴുതിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുവരെയുള്ള പ്രോബ്ലം നമ്മൾ നേരത്തെ പഠിച്ച അതേപോലെ ചെയ്യാം. ഐ എം നോട്ട് എക്സ്പ്ലെയിനിങ് യു. ഇത് മോട്ടീവ് പവർ എടുക്കുക. മോട്ടീവ് പവർ എന്തെങ്കിലും ബേസിസിലാവും ചെയ്യേണ്ടി വരിക. അപ്പം അങ്ങനെ ഓരോന്നും അതാത് ബേസിസ് എടുത്തിട്ട് നമ്മൾ നേരത്തെ വർക്കൗട്ട് ചെയ്ത പോലെ തന്നെ റേഷ്യോ ആക്കിയിട്ട് അതേപോലെ വർക്കൗട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ നമുക്ക് ആദ്യം തുടക്കത്തിലുള്ള പ്രോബ്ലം നോക്കാം. അപ്പോൾ ഇത് പ്രൊഡക്ഷൻ ഓവർഹെഡിൻ്റെ മൊത്തത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ സമ്മറിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ എങ്ങനെ അറിയോ? പ്രൊഡക്ഷൻ ഓവർഹെഡിൻ്റെ ഡയറക്റ്റ് വേജസും ഡയറക്റ്റ് മെറ്റീരിയലും എഴുതേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഐ വിൽ ടെൽ യു. പ്രൊഡക്ഷൻ ഓവർഹെഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സമ്മറിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ ഓവർഹെഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സമ്മറിയിൽ പ്രൊഡക്ഷൻ്റെ ഡയറക്റ്റ് വേജസും ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. കാരണം പ്രൊഡക്ഷൻ്റെ ഡയറക്റ്റ് വേജസ് ഒന്നും ഒക്കെ ഡയറക്റ്റ് ആണ്, ഇത് ഓവർഹെഡ് അല്ല. ഇറ്റ് ഈസ് നോട്ട് ഓവർഹെഡ്. ക്ലിയർ? ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റാണ്. പക്ഷേ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്റ്റ് എക്സ്പെൻസസ് നമ്മൾ എഴുതണം. കാരണം അത് പ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ഇൻഡയറക്റ്റ്. നമ്മൾ പ്രൊഡക്ഷൻ ഓവർഹെഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സമ്മറിയാണ് പ്രിപ്പയർ ചെയ്യണത്. ക്ലിയർ അല്ലേ? അപ്പോൾ അതുകൊണ്ട് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്റ്റ് വേജസും ഡയറക്റ്റ് മെറ്റീരിയലും നമ്മൾ എഴുതണം. കാരണം അത് പ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം അത് ഇൻഡയറക്റ്റ് ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് ഡയറക്റ്റ് വേജസിലാണ്. ക്ലിയർ? അപ്പോൾ ഡയറക്റ്റ് വേജസും ഡയറക്റ്റ് മെറ്റീരിയലും ആരുടെ മാത്രം എഴുതണം? സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രം എഴുതാം. ക്ലിയർ? പിന്നെ നമ്മൾ ഇതിലത്തെ ഓരോ എക്സ്പെൻസസ് ആയിട്ട് എടുക്കാം. ആദ്യം മോട്ടീവ് പവറാണ് എക്സ്പെൻസസ് ആയിട്ട് എടുക്കേണ്ടത്.
എന്തിൻ്റെ ബേസിസിലാവും? കിലോ വാട്ട് അവറിൻ്റെ ബേസിസിലാവും. കിലോ വാട്ട് അവറിൻ്റെ ബേസിസിലാവുമ്പോൾ നമുക്ക് തന്നിട്ടുണ്ട്, നേരത്തെ അതിൻ്റെ മുന്നത്തെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ് ഇത് എന്നുള്ളത്. ഇലക്ട്രിസിറ്റി കണ്ടോ ഇവിടെ, യു ലുക്ക് അറ്റ് ഹിയർ, ഇവിടെ ഇലക്ട്രിസിറ്റി ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു റേഷ്യോയിൽ ആ എക്സ്പെൻസ് കംപ്ലീറ്റ് ആയിട്ട് അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഓരോന്നും നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഈ സ്റ്റെപ്പ് വരെ, ക്ലിയർ, ഈ സ്റ്റെപ്പ് വരെ നമ്മൾ അത് തന്നെയാണ് ചെയ്യണത്. അപ് ടു ദിസ് സ്റ്റെപ്പ് നേരത്തെ അത് ചെയ്ത അതേപോലത്തെ മെത്തേഡ്, അതായത് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യണ വരെ നമ്മൾ അതുപോലെ ചെയ്യുക. വി ആർ റിപ്പീറ്റിംഗ് ഇറ്റ്. അപ്പോൾ അതിലൊരു സംശയം കൺഫ്യൂഷൻസും നിങ്ങൾക്ക് വേണ്ട. നേരത്തെ ചെയ്ത ആ പ്രോബ്ലം രണ്ടാമത് ചെയ്യുക, എന്നിട്ട് ഇങ്ങോട്ട് വരിക. ആകെ വ്യത്യാസം വരുന്നത് ഇതിൽ ഡയറക്റ്റ് വേജസും ഡയറക്റ്റ് മെറ്റീരിയലും എടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, അപ്പോർഷൻ ദ എക്സ്പെൻസസ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇ. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇയുടെ എക്സ്പെൻസ് 3:3:4 എന്നുള്ള ബേസിസിൽ അപ്പോർഷൻ ചെയ്യണം. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിയുടെ 3:1:1 ഇങ്ങനെ. ആർക്കൊക്കെ? എക്കും ബിക്കും സിക്കും. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് എത്തിയപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ് എത്തിയപ്പോൾ നമുക്ക് 4,515ഉം 6,010ഉം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ടോട്ടൽ കിട്ടി, രണ്ട് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. ക്ലിയർ? ഇനി ഈ 4,515 എന്ന് കിട്ടിയത് 3:1:1 പ്രപ്പോർഷനിലും 6,010 എന്നുള്ളത് 3:3:4 പ്രപ്പോർഷനിലും വീണ്ടും നമ്മൾ എവിടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണു? ഈ 3 ഡിപ്പാർട്ട്മെൻറ്റിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ക്ലിയർ ആണോ? അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോണത്. അതിനെയാണ് റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ആദ്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇയുടെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇയുടെ 6,010 അപ്പോൾ നമ്മൾ എഴുതുക ഡിപ്പാർട്ട്മെൻറ്റ് ഇ, ബ്രാക്കറ്റിൽ എഴുതുക 3:3:4 എന്ന് എഴുതുക. എന്നിട്ട് 6,010 അവിടെ ബ്രാക്കറ്റ് ഇടുക, അതായത് മൈനസ് ചെയ്ത് പോയി, ഇത് 0 ആയി എന്നുള്ളതാണ് അർത്ഥം. ക്ലിയർ? അപ്പോൾ ഇവിടുത്തെ ആ മുഴുവൻ എക്സ്പെൻഡിച്ചറും 6,010 എടുക്കുക. ഈ റേഷ്യോയിൽ 1,803, 2,404 എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 3 ഡിപ്പാർട്ട്മെൻറ്റും എക്കും ബിക്കും സിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണോ? ക്ലിയർ അല്ലേ? അടുത്ത സ്റ്റെപ്പിൽ അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് അവസാനിച്ചു. അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യണത്? ഒരു ഡിപ്പാർട്ട്മെൻറ്റും കൂടി ഉണ്ട്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡി. 4,515 ആ 4,515 വീണ്ടും ഏത് പ്രപ്പോർഷനിൽ ഡിവൈഡ് ചെയ്യണു? 3:1:1 എന്ന പ്രപ്പോർഷനിൽ 3 പേർക്കും കൂടിയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ കോളം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിയുടെ കോളം 0 ആയി, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇയുടെ കോളം എന്തായി? 0 ആയി. ക്ലിയർ? ടോട്ടലിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് എടുത്തിട്ടുള്ള എമൗണ്ട് എങ്ങടാ കൊടുത്തിരിക്കുന്നത്? ഈ 2 ഇതിലേക്ക് എടുത്തു കൊടുത്തു. അപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ അസിസ്റ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമായി എക്സ്പെൻസ് ഉണ്ടാവില്ല. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആർക്കാണോ സെർവ് ചെയ്തിട്ടുള്ളത് ആ ഡിപ്പാർട്ട്മെൻറ്റിന് അതിൻ്റെ എക്സ്പെൻസ് കൊടുക്കണം. ക്ലിയർ? അപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പെൻസ് തുടക്കം മുതലേ എഴുതി വന്ന് ഒറ്റയടിക്ക് കൊടുക്കാൻ പറ്റില്ല. ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഇത് ഡയറക്റ്റ് മെത്തേഡാണ്. ക്ലിയർ ആണോ? നമുക്ക് തന്നിട്ടുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണു. നമ്മൾ ഡിവൈഡ് ചെയ്തതിന് ശേഷം ഈ എമൗണ്ട് ടോട്ടൽ ചെയ്ത് എഴുതാം. ക്ലിയർ അല്ലേ? ഇത്രയും ആയി കഴിഞ്ഞാൽ റീഡിസ്ട്രിബ്യൂഷൻ സമ്മറി കഴിഞ്ഞു. പ്രൊഡക്ഷൻ ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി ഈസ് ഓവർ. അപ്പം അതിൻ്റെ ഫസ്റ്റ് ഹാഫ് ചെയ്യാൻ നിങ്ങൾക്കൊരു സംശയം വേണ്ട. നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം, ഇതിൻ്റെ മുന്നത്തെ ബിഫോർ പ്രോബ്ലം വി ഹാവ് സീൻ, ആ മുന്നത്തെ പ്രോബ്ലം നോക്കുക. ആ പ്രോബ്ലത്തിലുള്ള പോലെ നമ്മൾ വർക്കൗട്ട് ചെയ്യാം. The only thing is that you have to take direct wages and direct materials here. And ഇതുവരെക്കും ചെയ്യുക total all the expenses and take the service D's expense and allocate in this proportion. Take service E's expense and allocate in this proportion. അതും എക്കും ബിക്കും സിക്കും allocate ചെയ്തിട്ട് വീണ്ടും ടോട്ടൽ ചെയ്തിട്ട് ക്ലിയർ ചെയ്യാം. But the total should always be equal. ടോട്ടലിന് ചേഞ്ച് വരില്ല, കാരണം നമ്മൾ ഓൾറെഡി ടോട്ടൽ ചെയ്തിട്ടുള്ള എക്സ്പെൻസ് തന്നെയാണ് ഇവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു?
Okay, so these see this question, and we'll do the next question within a short while.